Hi guys, ഇന്ന് നമ്മുടെ ഇവിടെ ഉള്ളൊരു കുഞ്ഞവണ്ടിയാണ്. കുഞ്ഞവണ്ടി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു കാർ എന്ന് പറഞ്ഞാൽ മിനിയുടെ ആയിരിക്കും. യെസ്, ഇന്ന് നമ്മുടെ ഇവിടെ ഉള്ളത് നമ്മുടെ മിനി കൂപ്പർ എസ് ആണ്. സോ നമുക്ക് ഈ വണ്ടിയുടെ ചെറിയൊരു വാക്കർ റിവ്യൂയിലേക്ക് എടുക്കാം. സോ നമുക്ക് നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ ബേന്ന് നമുക്ക് ഫസ്റ്റ് തുടങ്ങാം. സോ നമ്മുടെ ഫുഡ് ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്താൽ സോ ഈ കാണുന്നതാണ് നമ്മുടെ എഞ്ചിൻ കാര്യമെല്ലാം വരുന്നത്. അതേസമയം നല്ല നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ഡിസൈനിലാണ് നമ്മുടെ എഞ്ചിൻ ബിൽഡ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ എഞ്ചിൻ സൈഡിലേക്ക് സ്പെക്കിലേക്ക് നോക്കുവാണെങ്കിൽ 2 ലിറ്റർ 5 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് നമ്മുടെ വണ്ടിക്കകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പവർ ഫിഗേഴ്സിലേക്ക് കിടക്കുവാണെങ്കിൽ 189 ഹോഴ്സ് പവറും പിന്നെ അതുപോലെ തന്നെ 280 എണ്ണം ടോർക്കും കാര്യമെല്ലാം നമ്മുടെ വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ എഞ്ചിന് മുകളിൽ തന്നെ ആയിട്ട് നമ്മുടെ മിനിയുടെ ബാഡ്ജിങ് കാര്യമെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ടിൻ പവർ ടർബോ കല ലോഗോ ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ ഹുഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഹൈഡ്രോളിക് സ്ട്രക്കിലാണ് നമ്മുടെ ഹുഡ് നിൽക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഹുഡിൽ നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ അത് ഷേപ്പിലൊരു ജസ്റ്റ് ഹോളും കാര്യങ്ങളും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്കും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ നോക്കുവാണെങ്കിൽ നമ്മുടെ ഹുഡ് സ്കൂപ്പും കാര്യങ്ങളും ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ഫങ്ഷണൽ സ്കൂപ്പാണിത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ BMW 3 സീരീസിൽ വരുന്ന സെയിം എഞ്ചിനാണ് ഇതിൻ്റെ അകത്തും കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ലോഗോയിലേക്ക് നോക്കുവാണെങ്കിൽ ബ്ലാക്ക് റൗണ്ടിൻ്റെ ഉള്ളിൽ അപ്പർ കേസ് ലെറ്റേഴ്സിൽ മീനിങ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡ് ആൻഡ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, അതാണ് ഇതിൻ്റെ മീനിങ് വരുന്നത്. പിന്നെ നമ്മുടെ ഹെഡ്ലൈനിൻ്റെ സൈഡിൽ റൗണ്ട് ഷേപ്ഡ് ഹെഡ്ലാമ്പ്സ് ആണ് കൊടുത്തിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ക്രോമിയം ട്രീറ്റ്മെൻറ്റ് നമ്മുടെ ഹെഡ്ലൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നോക്കുവാണെങ്കിൽ നമ്മുടെ ഹെഡ്ലൈൻ്റെ സൈഡിലായിട്ട് മിനിയുടെ ബാഡ്ജിങ് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് നമ്മുടെ DRലും കാര്യങ്ങളും വന്നിരിക്കുന്നത് കണ്ടോ, ഈ ഒരു ഡിസൈനിൽ. ഇത് താഴെ കാണുന്ന നമ്മുടെ ഇൻഡിക്കേറ്ററാണ്. പിയാനോ ബ്ലാക്ക് ഷെയ്ഡിലാണ് നമ്മുടെ ഫ്രണ്ട് ഗ്രില്ലും കാര്യങ്ങളും പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൽ തന്നെ സൈഡിലായിട്ട് നമ്മുടെ എസ് ബാഡ്ജിങ് കാര്യങ്ങളും കാണാൻ പറ്റുന്നുണ്ട്, കൂപ്പർ എസിൻ്റെ. പിന്നെ താഴെയായിട്ട് നമ്മുടെ നമ്പർ പ്ലേറ്റ് സെക്ഷൻ, പിന്നെ താഴെ നമ്മുടെ ഫങ്ഷണൽ എയർ ഡാംസും കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ രണ്ട് സൈഡിലായിട്ട് നമ്മുടെ ഫോഗ് ലാംപ്സും കാര്യങ്ങളും കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ ഫ്രണ്ട് ബമ്പറിൻ്റെ എൻഡ് നമ്മൾ ഡിപ്പ് ചെയ്തിട്ടുണ്ട് കണ്ടോ, അത്യാവശ്യം നല്ല ഡിസൈൻ തന്നെയാണ് ഡിപ്പ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ബോണറ്റിൻ്റെ മുകളിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ വാട്ടർ സ്പ്രേയിങ് നോസിൽസും കാര്യങ്ങളും കാണാൻ പറ്റുന്ന ഒരു ഇവിടെയായിട്ട്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് വരുന്നത് റെയിൻ സെൻസിങ് വൈപ്പേഴ്സാണ്. പിന്നെ നമ്മുടെ വീൽ സെക്ഷനിലേക്ക് കിടക്കുകയാണെങ്കിൽ 70 ഇഞ്ചസ് അലോയ് വീൽസാണ് നമ്മുടെ ഫ്രണ്ട് ആൻഡ് ബാക്ക് വരുന്നത്. സ്റ്റോക്ക് വീൽസാണ് ഇതിൻ്റെ ഇത് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സൈഡ് മൗണ്ടഡ് ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. വിത്ത് എസ് ബാഡ്ജിങ് ആണ് കണ്ടോ, നമ്മുടെ എസ് ബാഡ്ജിങ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ മിററിൻ്റെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മിററും ഡിപ്പ് ചെയ്തിട്ടുണ്ട്. ശരിക്കും റൗണ്ട് ഷേപ്പിലാണ് നമ്മുടെ മിറർ വരുന്നത്. ഈ വണ്ടിക്കകത്ത് കുറേ എലമെൻറ്റ്സ് റൗണ്ട് ഷേപ്പിലാണ് വരുന്നത്. നമ്മുടെ ഇൻറ്റീരിയറിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. അതുപോലെ തന്നെ 2490 mm വീൽ ബേസും കാര്യങ്ങളും നമ്മുടെ വണ്ടിക്കകത്ത് വരുന്നുണ്ട്. 44 ലിറ്റേഴ്സിൻ്റെ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റിയാണ് നമ്മുടെ വണ്ടിക്കകത്ത് വരുന്നത്. പിന്നെ നമ്മൾ ടെയിൽ സെക്ഷനിലേക്ക് പതുക്കെ വരുവാണെങ്കിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിനകത്ത് യൂണിയൻ ജാക്ക് ടെയിൽ ലാംപ്സ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, ആ ആക്സറി ആയിട്ട് ചെയ്താണ്. പിന്നെ ബാക്കിലായിട്ട് കൂപ്പറസിൻ്റെ ബാഡ്ജിങ് കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ജോൺ കൂപ്പർ വർക്ക്സ്, ഇത് നമ്മുടെ വണ്ടിയിലേത് എക്സോസ്റ്റും കാര്യങ്ങളും കയറ്റിയതാണ്. ഇത് നമ്മുടെ മിനി കൂപ്പർ JCWൻ്റെ കിറ്റ് കയറ്റിയതാണ്. ഈ ഡിസൈനിലാണ് നമ്മുടെ ടെയിൽ ലാമ്പും കാര്യങ്ങളും വരുന്നത് കണ്ടോ, യൂണിയൻ ജാക്ക് ടെയിൽ ലാംപ്സ് ആണ് ഇതിൻ്റെ പേര് വരുന്നത്. പിന്നെ താഴെ നോക്കുവാണെങ്കിൽ നമ്മുടെ JCWൻ്റെ എക്സോസ്റ്റും കാര്യങ്ങളും വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് എക്സോസ്റ്റോട്ട് നേപ്പിച്ചു തരാം. നമ്മൾ വാൾവെട്ടോണ്ട് കോണാക്കുവാണ്, ജസ്റ്റ് കേൾപ്പിച്ചു തരാം. പിന്നെ അതുപോലെ തന്നെ സെൻസേഴ്സ് വിത്ത് ഫോഗ് ലാംപ്സ് നമ്മുടെ ബാക്കിൽ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം വലിയൊരു ബൂട്ട് സ്പേസും കാര്യങ്ങളാണ് വണ്ടിക്കകത്ത് വരുന്നത്. പിന്നെ നമ്മൾ ഈ സീറ്റ് അങ്ങോട്ട് മടക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെയും ബൂട്ട് സ്പേസും കാര്യങ്ങളും കിട്ടുന്നതാണ്. പിന്നെ സോ നമുക്ക് നമ്മുടെ ബൂട്ടൊന്ന് ക്ലോസ് ചെയ്യാം. പിന്നെ ഇവിടെയായിട്ട് നമ്മുടെ ഒരു റിയർ വ്യൂ ക്യാമറയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിലൊക്കെ ആണെങ്കിൽ ചെറിയൊരു വൈപ്പറും കാര്യങ്ങളും വന്നിട്ടുണ്ട്.
പിന്നെ ഇതിൻ്റെ വരുന്നത് ഫ്രെയിംലെസ് ഡോസാണ്, കണ്ടോ. പിന്നെ ഈ ഫ്രെയിംലെസ് ഡോർ ക്ലോസ് ചെയ്യുമ്പോൾ ചെറിയൊരു പ്രത്യേകത ഉണ്ട്. ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ ആദ്യം ഇതൊന്ന് താഴും, എന്നിട്ട് പൊങ്ങുകയാണ്. അങ്ങനെയാണ് നമ്മുടെ വിൻഡോ വരുന്നത്. ജസ്റ്റ് നമുക്ക് നമ്മുടെ ഇൻറ്റീരിയറിൽ നിന്ന് കയറി നോക്കാം. താഴെയായിട്ട് മിനി കൂപ്പർ എസ് എന്ന് പറഞ്ഞ ബാഡ്ജിങ് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്, കണ്ടോ. പിന്നെ നമ്മുടെ ഡോസിൻ്റെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഒരു റൗണ്ട് ഷേപ്പിലാണ് നമ്മുടെ ഡോർ ഹാൻഡിലും കാര്യങ്ങളും വരുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു ഒരുപാട് എലമെൻറ്റ്സ് ഈ വണ്ടിക്കകത്ത് റൗണ്ട് ഷേപ്പിലാണ് വരുന്നതെന്ന്. പിന്നെ നമ്മുടെ സൈഡിലായിട്ട് പിയാനോ ബ്ലാക്ക് ഷെയ്ഡിൽ ഒരു ലൈൻ കാര്യങ്ങളും കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ നമ്മുടെ വിൻഡോയുടെ പവർ ബട്ടൺസും കാര്യങ്ങളും വരുന്നുണ്ട്. നമ്മുടെ AC വെൻസൊക്കെ റൗണ്ട് ഷേപ്പിൽ തന്നെയാണ് വരുന്നത്. പിന്നെ ഇവിടെ ആയിട്ട് നമ്മുടെ ഹർമൻ ആൻഡ് കാർഡൻ്റെ ഓഡിയോ സിസ്റ്റം കാര്യങ്ങളും നമ്മുടെ വണ്ടിക്ക് ഇത് ആഫ്റ്റർ മാർക്കറ്റ് റെഡി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അത് വരുന്നത് നമ്മുടെ കാർബൺ ഫൈബറിൻ്റെ പോലത്തെ ഡിസൈൻ ഒരു പാട്ട് ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഇത് ജസ്റ്റ് നമ്മുടെ ഇവിടെ ആയിട്ട് നമ്മുടെ ഓപ്പൺ സ്പേസും കാര്യങ്ങളും വരുന്നുണ്ട്, കണ്ടോ. അങ്ങനെ നമ്മുടെ സ്പേസും കാര്യങ്ങളും വരുന്നത് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യാം. പിന്നെ ഇവിടെ ആയിട്ട് നമ്മുടെ അടുത്ത AC വെൻസും കാര്യങ്ങളും പിന്നെ ഇവിടെ ആയിട്ട് നമ്മുടെ എൻഫോർടൈൻമെൻറ്റ് സിസ്റ്റവും കാര്യങ്ങളും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. വോളിയം അഡ്ജസ്റ്റ് ബട്ടൺ, ഇത് ഓൺ ചെയ്യുന്ന ബട്ടണാണ്. പിന്നെ ഇവിടെ ആയിട്ട് നമ്മുടെ ഹസാറിൻ്റെ ബട്ടണും കാര്യങ്ങളാണ് വരുന്നത്. ഇവിടെ ആയിട്ട് നമുക്കൊരു ലൈറ്റും കാര്യങ്ങളും വരുന്നുണ്ട്, LED ലൈറ്റ്സ് ആണ്. പിന്നെ അത് എന്തിൻ്റെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോഡ് മാറ്റുമ്പോൾ ലൈറ്റ് ഓൺ ആവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് നമ്മുടെ മോഡ് മാറ്റാൻ നേരത്തെ. പിന്നെ താഴെയായിട്ട് നമ്മുടെ ACയുടെ അഡ്ജസ്റ്റ്മെൻറ്റ് ബട്ടൺസും കാര്യങ്ങളും ഇവിടെ വരുന്നുണ്ട്. ഇവിടെ നമ്മുടെ സ്റ്റാർട്ടപ്പ് ബട്ടണും കാര്യങ്ങളും കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് നമ്മുടെ ട്രാഫിക്കിലെ ഓട്ടോമാറ്റിക് ഓഫിൻ്റെ ബട്ടൺ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് നമ്മുടെ ക്രൂസ് കൺട്രോളിൻ്റെ ബട്ടൺ അങ്ങനെയാണ് വരുന്നത്. പിന്നെ ഇവിടെ AC ഓൺ ചെയ്യുന്നത് മാക്സിമം AC കാര്യങ്ങൾ ഇവിടെ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മൾ നമ്മുടെ ഏകദേശം ഇത്ര ഉള്ളൂ നമ്മുടെ കോ ഡ്രൈവറിൻ്റെ സീറ്റിൽ നിന്നുള്ള വ്യൂവും കാര്യങ്ങളും. ജസ്റ്റ് നമ്മുടെ ഡ്രൈവർ സീറ്റിലേക്ക് നമുക്കൊന്ന് പോകാം. ഇതാണ് നമ്മുടെ ഡ്രൈവർ സീറ്റിൽ ഇരുന്നിട്ടുള്ള വ്യൂവും കാര്യങ്ങളും വരുന്നത്. ഫ്രണ്ടിൽ തന്നെ നമ്മുടെ സ്റ്റിയറിംഗിലും നടുക്കായിട്ട് നമ്മുടെ മിനി ബാഡ്ജിങ് കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ അതിന് തൊട്ട് ബാക്കിലായിട്ട് നമ്മുടെ മീറ്ററും കാര്യങ്ങളും ഉണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ RPM മീറ്റർ, ഇത് നമ്മുടെ സ്പീഡോമീറ്ററാണ് വരുന്നത്. താഴെയായിട്ട് ചെറിയൊരു ഡിജിറ്റൽ മീറ്ററും കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടെയായിട്ട് നമ്മുടെ RPM ലൈറ്റും കാര്യങ്ങളും കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അതിൻ്റെ നടുക്ക് കുറച്ച് വാൺ ലാംപ്സ്, അങ്ങനെയാണ് നമ്മുടെ മീറ്റർ സെക്ഷൻ വരുന്നത്. പിന്നെ നമ്മുടെ സ്റ്റിയറിംഗിൽ നോക്കുമ്പോൾ ഇവിടെ ആയിട്ട് നമ്മൾ ക്രൂസ് കൺട്രോൾ ബട്ടൺസും ഇത് ഇവിടെ ആയിട്ട് നമ്മുടെ വോളിയം ആൻഡ് കോൾ കണക്ടിവിറ്റി ബട്ടൺസ് കാര്യങ്ങളും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് നമ്മുടെ JCW ബാഡ്ജിങ് കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ബാക്കിലായിട്ട് നമ്മുടെ പാഡൽ ഷിഫ്റ്റേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട്. ഇവിടെ മൈനസും ഇവിടെ പ്ലസും ആണ് വരുന്നത്. പിന്നെ അത് തൊട്ട് ബാക്കിലായിട്ട് നമ്മുടെ വൈപ്പേഴ്സിൻ്റെ നോബും ഇവിടെ ആയിട്ട് നമ്മുടെ ഇൻഡിക്കേറ്റർ നോബും കാര്യങ്ങളും വരുന്നുണ്ട്. ഇത് കണ്ടോ, ഇവിടെയാണ് നമ്മുടെ ഇൻഡിക്കേറ്റർ നോബ് വരുന്നത്. പിന്നെ തൊട്ട് സൈഡിൽ തന്നെയായിട്ട് നമ്മുടെ ഹാൻഡ് റെസ്റ്റും കാര്യങ്ങളും വരുന്നുണ്ട്. ജസ്റ്റ് നമുക്ക് ഇങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മുടെ കൈ വെച്ചിട്ട് പോകാം. പിന്നെ ഇവിടെ നമ്മുടെ ഹാൻഡ് ബ്രേക്ക് വരുന്നുണ്ട്. പിന്നെ താഴെയായിട്ട് നമ്മുടെ എൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ബട്ടൺസ് കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ ഇവിടെ ആയിട്ട് നമ്മുടെ ഗിയർ നോബും കാര്യങ്ങളും കാണാം. ഇനി ഗിയറിൽ നോക്കുവാണെങ്കിൽ ഇത് നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ട് മാറ്റിയിട്ട് എടുക്കുവാണെങ്കിൽ നമ്മുടെ മാനുവലും ഇപ്പോൾ കിടക്കുന്നത് പാർക്കിലാണ്. പാർക്ക് റിവേഴ്സ് ന്യൂട്രൽ ഡ്രൈവ് അതിനാണ് വരുന്നത്. ജസ്റ്റ് നമ്മൾ ഇതിൻ്റെ ഓട്ടോമാറ്റിക്കും മാനുവലും ആണ് വരുന്നത്. പിന്നെ താഴെയായിട്ട് കണ്ടോ, ഇതിവിടെയാണ് നമ്മുടെ മോഡ് മാറ്റുന്നത്. ഇതിൻ്റെ അകത്ത് 3 മോഡാണ് വരുന്നത്, സ്പോട്ട്, മിഡ്, ഗ്രീൻ. ഈ ഗ്രീൻ എന്ന് പറഞ്ഞാൽ എക്കോ മോഡ്, മിഡ് എന്ന് പറഞ്ഞാൽ ഒരു മിനിമം നമ്മുടെ പവറും കാര്യങ്ങളും കിട്ടും. സ്പോർട്സ് മോഡ് പിന്നെ പറയണ്ടല്ലോ, നമുക്കറിയാമല്ലോ. അങ്ങനെയാണ് വരുന്നത്. പിന്നെ താഴെയായിട്ട് നമ്മുടെ ചാർജിങ് ബട്ടണും കാര്യങ്ങളും കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെയായിട്ട് JCW എക്സോസ്റ്റിൻ്റെ കീയും കാര്യങ്ങളും നമുക്ക് കാണാം. അതിൽ തന്നെ ജോൺ കൂപ്പർ വർക്ക്സ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബാഡ്ജിങ് കാണാൻ പറ്റുന്നുണ്ട്. ജസ്റ്റ് ഞാൻ തിരിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ആയിട്ട് നമ്മുടെ ഡോർ ഹാൻഡിലിൽ തന്നെ ലോക്കും അൺലോക്കും ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെയായിട്ട് നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ നമ്മുടെ പവർ വിൻഡോ ബട്ടൺസും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ താഴെ സ്പീക്കേഴ്സുമാണ് വരുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഈ സൈഡിലെ വ്യൂവും കാര്യങ്ങളും വരുന്നത്. പിന്നെ ഇവിടെയായിട്ട് റിയർ വ്യൂ മിറേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട്. കുറച്ച് ലൈറ്റ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ബട്ടൺസും കാര്യങ്ങളും ഇവിടെ വരുന്നുണ്ട്. പിന്നെ മുകളിലായിട്ട് നമ്മുടെ സൺറൂഫ് വരുന്നുണ്ട്. പിന്നെ എൻ്റെ സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നോക്കുവാണെങ്കിൽ മാനുവൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് ഇത് വരുന്നത്, ഓട്ടോമാറ്റിക് അല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ റിയർ സീറ്റിൻ്റെ വ്യൂവും കാര്യങ്ങളും വരുന്നത്. നമ്മൾ ഇത് 2 ഡോർ ആയിട്ട് നമ്മൾ കയറാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മൾ ഈ സീറ്റ് ഒന്ന് ബാക്കിലേക്ക് വെച്ചിട്ട് നമ്മൾ കയറുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ നോക്കുവാണെങ്കിൽ 2 സീറ്റാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബോട്ടിൽ ഹോൾഡർ കാര്യങ്ങളും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം കംഫർട്ട് വരുന്നൊരു സീറ്റാണ്. ശരിക്കും ഇത് മെയിനായിട്ട് ഡിസൈൻ ചെയ്തിരുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ നോക്കി തന്നെ കാണാം, നമ്മുടെ ഈ സീറ്റ് ബാക്കിലേക്ക് ആക്കുമ്പോൾ ചെറിയ ലെഗ് സ്പേസും കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഏകദേശം 65 to 70 lakhs അടുപ്പിച്ച് നമ്മുടെ വണ്ടിയുടെ വില വരുന്നുണ്ട്. പിന്നെ ഇന്ന് നമ്മുടെ വണ്ടിയുടെ ഓണർ നമ്മുടെ ഇവിടെ ഉണ്ട്. ജസ്റ്റ് നമുക്ക് വെൽക്കം ചെയ്യാം. വെൽക്കം ലിബി ചേട്ടാ, വെൽക്കം ടു സൈക്ലോപീഡിയ. ലിബി ചേട്ടാ, എന്തുകൊണ്ട് മിനി കൂപ്പർ എസ് എന്ന് വെച്ചാൽ ഇതെൻ്റെ മിനി എൻ്റെ നേരത്തെ പോലുള്ള ഡ്രീമായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഞാൻ മിനി കൂപ്പർ തന്നെ വേണമെന്നുള്ളൊരു
അപ്പോൾ ഏകദേശം ഇത്രയുള്ളൂ നമ്മുടെ ഈ വാക്കറൻ റിവ്യൂ. ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇനിയും വരാനുണ്ട്. സോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ വണ്ടിയോട് താല്പര്യമുള്ള നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. സോ ബൈ ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ.